ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് HD കുമാരസ്വാമി അവിടേക്ക് എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇപ്പോഴത്തെ സാഹചര്യം കുമാരസ്വാമി എത്തുന്നുണ്ട്, പ്രതികരണം. ಅರೇಂಜ್ ಮಾಡ್ತಾರೆ ಬಹಳ ವೆಹಿಕಲ್ಗಳ ಬೇಡ ಎಲ್ಲ ವೆಹಿಕಲ್ അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇപ്പോൾ HD കുമാരസ്വാമി പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അധികാരിയിൽ നിന്നുണ്ടാകാത്ത ഒരു സാഹചര്യമൊക്കെ ഈ ഒരു രക്ഷാപ്രവർത്തനം വൈകുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? എത്രത്തോളം ഫലപ്രദമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടോ രക്ഷാ ദൗത്യം? അർജുനായുള്ള തിരച്ചിൽ 100 മണിക്കൂറിലധികം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടന്നിട്ടും വളരെ മന്ദഗതിയിൽ തന്നെയാണ് ഇപ്പോഴും ആ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഒരു കുടുംബം കാത്തിരിക്കുകയാണ്, അർജുന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്. കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുൻ തിരിച്ചു വരുന്നതിന്. അർജുൻ അതിജീവിച്ച് തിരിച്ചു വരുന്നതിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഉള്ളത്. ഇന്നിപ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ചടക്കമുള്ള പരിശോധന നടത്തിയെങ്കിലും ഫലപ്രദമായുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ലോറിയുടെ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, വിവരങ്ങൾ എന്താണ് ഇപ്പോൾ പുതിയതായി ലഭ്യമാകുന്നത്? ശ്രുതി, കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് എത്തുന്നു. അദ്ദേഹം അപകട സ്ഥലത്ത് പോയി തിരിച്ചു വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏതാണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 3 കിലോ അപകട സ്ഥലത്ത് പോയതിനു ശേഷം എന്താണ് ഏതായാലും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം സ്ഥലം നൽകാൻ തയ്യാറായിട്ടില്ല. അതേസമയത്ത് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ വാഹനത്തിന്റെ ലോഹഭാഗങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് അവിടെയുള്ള മണ്ണിന്റെ ഒരു പ്രകൃതി, അതോടൊപ്പം തന്നെ വെള്ളം, ഒലിച്ചു വന്നിരിക്കുന്ന മരങ്ങൾ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ ഉപയോഗിച്ചിരുന്ന റഡാറിൽ ഏതാണ്ട് 4 മീറ്ററോളം ആഴത്തിലുള്ള വസ്തുക്കൾ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നാണ് അതിന്റെ NIT വിദഗ്ധർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തരം ഒരു കണ്ടീഷനിൽ അത് 2 മീറ്ററോ 1.5 മീറ്ററോ ഒക്കെ ആഴത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഒരു വിശദമായ ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏതാണ്ട് ഇപ്പോഴും 3-4 മീറ്ററോളം മണ്ണ് ഈ ഭാഗത്ത് നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം ഉള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് മണ്ണൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നിർമ്മിക്കാൻ ഒരുക്കിയതിന് ശേഷം അവിടെ പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത്. ഈ പരിശോധനയിൽ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതേസമയം തന്നെ ഈ NIT വിദഗ്ധരടക്കം പറയുന്നത് ഒരുപക്ഷെ ഈ വാഹനം ഈ പുഴയിലേക്ക് തള്ളിപ്പോകാനുള്ള ഒരു സാധ്യത അവർ വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഈ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ വെള്ളവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയ തരത്തിൽ കുത്തൊഴുക്കുണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഇത് നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും GPS-ന്റെ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഏതാണ്ട് 30 മീറ്ററോളം ചുറ്റളവിൽ ഇപ്പോൾ പരിശോധന നടത്തി കഴിഞ്ഞു. ആ പരിശോധനയിലൊന്നും ഈ ലോക സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് കൂടുതൽ പരിശോധനയിലേക്ക് പോകുന്നത്. മറ്റൊന്ന്, ഈ പുഴയിലൂടെ വാഹനം ഒഴുകിപ്പോയിട്ടില്ല എന്ന് ഇന്നലെ തന്നെ നേവി സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ വാഹനത്തിൽ നിറയെ മരക്കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ 25ഓളം ടൺ മരക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ വാഹനം ഒഴുകിപ്പോയതിന്റെ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ തെർമൽ സ്കാനറും അതോടൊപ്പം തന്നെ മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചൊക്കെയുള്ള പരിശോധനയായിരുന്നു നേവി സംഘം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം പുഴയിലേക്ക് ഒഴുകിപ്പോയിട്ടില്ല എന്ന് തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ വിശ്വസിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം മണ്ണിനടിയിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ വാഹനത്തെ കണ്ടെത്താൻ കഴിയാത്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.